നമ്മളിവിടെ അടുത്ത് വരുന്ന അഹ്സനുണ്ടല്ലോ ഖ്വാജ, മൂപ്പരൊന്ന് പറയട്ടെ. ഷെയ്ഖിന്റെ അടുക്കല് മൂപ്പരിക്കൊരു ഷെയ്ഖുണ്ടേ. അതാരാ? അതൊരു ഷെയ്ഖുണ്ട്, ഒരു കുരുവട്ടൂര് ഹാഫിദ് ഉണ്ട്. കുരുവട്ടൂര് ഹാഫിദ് മൂപ്പരാണ് ഇപ്പോൾ കാണാൻ വലിയ ഇപ്പോൾ ലോകത്തിൻ്റെ അപ്പോഴത്തെ ഒരു കൺട്രോളറാണ് മൂപ്പര്, മുദബ്ബിറുൽ-ആലമാണ്. അപ്പോൾ മൂപ്പരൊക്കെ ഷെയ്ഖ് അടക്കമുള്ള എല്ലാ ഷെയ്ഖുമാരുടെയും അവസ്ഥ എന്താ? അവരൊക്കെ മജ്‌ലിസിൽ ആണും പെണ്ണും ഒക്കെ ഇനി വന്ന് മൂപ്പർക്ക് തോന്നിയോലെ അടുത്തിരുത്തും, മൂപ്പർക്ക് തോന്നിയോരെ കണ്ട് ഖിദ്മത്ത് ചെയ്യിപ്പിക്കും. അതൊന്നും കണ്ടിട്ട് നമ്മൾ കുറ്റം പറയാൻ പാടില്ലാന്ന്. ഔലിയാക്കന്മാർ ഷെയ്ഖന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്കെന്താണ്? അവർക്കെന്ത് പെണ്ണ്? അവർക്കൊക്കെ ഒരാണും പെണ്ണും കല്ലുമ്മൽക്ക് നോക്കണതും ഒരു കല്ലുമ്മ തൊടുന്നതും ഒരു മൃഗത്തെ നോക്കണതും ഒരു മൃഗത്തെ തൊടുന്നതും ഒക്കെ പോലെയുള്ള ഒരു പെണ്ണിനെ തൊടുന്നത് മാത്രമല്ല, ഒരിക്കൽ വേണമെങ്കിൽ പെണ്ണിനെ ആണാക്കാൻ പറ്റും, ആണിനെ പെണ്ണാക്കാൻ പറ്റും. എന്തിനേറെ ആകാശത്തെ ഭൂമിയാക്കാനും ഭൂമിയെ ആകാശാക്കാനും പറ്റുന്നേ. എന്തൊക്കെയാ നമ്മൾ അഹ്സനി വിടുന്ന ബഡായി. കേട്ടോളി നിങ്ങൾ, അതൊന്ന് കേൾക്കി. മശായിഖന്മാർക്ക് എന്ത് ആണും പെണ്ണും? മശായിഖന്മാരെ സംബന്ധിച്ചിടത്തോളം ആണ് പെണ്ണ് മൃഗം കല്ല് ഇതൊക്കെയും സമമല്ലേ? ഇതുകൂടി മനസ്സിലാക്കാതെ ഹദറത്തിലെത്തിയാൽ പിന്നെ എങ്ങനെയാവും ഇവർക്ക്? അതാണ് മഹാനായ മടവൂർ ശൈഖുനയുടെ മൗലിദിൽ നമ്മൾ പറയാറില്ലേ, ലാ ഫർഖ ഇൻദ ഹദറത്തിഹി ബൈന റിജാലി വന്നിസാ. അവിടെ എത്തിയാൽ പിന്നെ ആണ് പെണ്ണ് എന്ന തരം തിരിക്കലൊന്നുമില്ല. അവിടെ എല്ലാവർക്കും വരാം. ശൈഖ് അവർക്ക് ഇഷ്ടമുള്ളവരെ അടുത്തിരുത്തും. അതാണാകാം, പെണ്ണാകാം, അവർക്ക് ഇഷ്ടമുള്ളവരെ ഖിദ്മത്തിലാക്കും. അതൊക്കെ അവരുടെ അധികാരത്തിൽപ്പെട്ടതാണ്. അവരെന്തുമാക്കും? അവരെ ശരീരത്തെ തന്നെ എന്തുമാക്കും? ആണിനെ പെണ്ണാക്കാനും പെണ്ണിനെ ആണാക്കാനും കഴിയുന്നവരല്ലേ അവർ. എന്തിന്? ആകാശം വേണമെങ്കിൽ ഭൂമിയാക്കാനും ഭൂമി ആകാശമാക്കാനും അധികാരമുള്ളവരാണ് അവർ. നമ്മുടെ ഈ താഴ്ന്ന ചിന്തയിൽ അവരെ കാണാൻ പറ്റും. അവരെ സംബന്ധിച്ചിടത്തോളം നീയും നിന്റെ ഭാര്യയും മക്കളും ഒക്കെയും അവർക്ക് സമമാണ്. അവരെ കൂടെ റൂമിൽ ഒരു പെണ്ണ് വന്നാൽ, ഒരു പൂച്ച വന്നാൽ എങ്ങനെ ഉണ്ടാവും? അതേപോലെ കണ്ടാൽ മതി. കണ്ടില്ലങ്ങൾ എന്തൊക്കെയാണ് ഈ ചെങ്ങായി പറയുന്നത്? എന്ത് ഇബ്ലീസിന്റെ വർത്താനായി പറയുന്നത്? ഓല കൂടെ ഔലിയുടെ കൂടെ ഒരു പെണ്ണിനെ കണ്ടാൽ നമ്മളൊരു പൂച്ചനായിട്ട് നടക്കണമായിരുന്നല്ലേ കണ്ടാ പോരേന്ന്. എൻ്റെ ഭാര്യ ഇജ്ജും എൻ്റെ പെൺകുട്ടികളൊക്കെ അയാൾക്ക് സമാണ്. എൻ്റെ പെൺകുട്ടിനെ ഒന്ന് ഇവിടെ നിർത്തണം എന്ന് പറഞ്ഞാൽ നിർത്തി കൊടുക്കണം. എൻ്റെ ഭാര്യ ഒന്ന് എൻ്റെ കൂടെ കടന്നോട്ടെ എന്ന് പറഞ്ഞാൽ കടന്നു കൊടുക്കണം. മൂപ്പര് രാത്രിയാവുമ്പോൾ അത് ഒഴിഞ്ഞ് ശരിയാക്കിയിട്ട് ഇപ്പോൾ ആണിനെ പെണ്ണിനെ കാണാക്കും മൂപ്പരേ. അതൊന്നൊരു വിഷയമല്ലേ. അങ്ങനെയൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ടാന്ന്. എന്താടോ അഹ്സനി, എന്താടോ നിൻ്റെ ദീന്, ഏതാടോ നിൻ്റെ മതം? നിങ്ങൾ ആ സലഫിക്ക് മറുപടി പറയുന്നത് നോട്ട് ചെയ്ത് മറുപടി പറ മറുപടി. എന്നിട്ട് അതൊക്കെ ശരിയാണെന്നാണോ നിങ്ങൾ പറയുന്നത്? എന്നാ പിറ്റേന്ന് അലവി സഖാഫി വന്നിട്ട് അതിൻ്റെ വിധിയും പറ. രണ്ടും നിങ്ങൾ ഒപ്പത്തിനൊപ്പുണ്ടല്ലോ ഇവിടെ. വളരെ ക്ലിയർ ആയിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്, ബഹു ജോറായിട്ടുണ്ട്. ബലേ ഭേഷ്, വളരെ സ്വാഗതം. ഓരോന്നോരോന്ന് നോട്ട് ചെയ്ത് പറയണം. അല്ലാതെ ചപ്പടാച്ചി അതും മുറിയങ്കളിപ്പൊന്നായിട്ട് ഇവിടെ മറുപടി പറയരുത്. മറ പിടിയാവരുത്, മറുപടിയായിരിക്കണം. കാത്തിരിക്കുന്നുണ്ട് ഞങ്ങൾ കേട്ടോ.